നൽകിക്കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും. സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അഭിനയത്തെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന, സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വല്യേട്ടൻ, നമ്മുടെ സ്വന്തം മൂത്തോൻ ഈ കാലത്ത് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണുള്ളത്, ഒരൊറ്റ പേരാണുള്ളത്. And the name is Mammootka. Ladies and gentlemen, string your lungs out as we welcome our star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഇതിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ ആരാധനയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. The man, the phenomenon, our very own Mammootka. മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, മമ്മൂക്കയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ പ്രസന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു നാളില് മമ്മൂക്കയെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. I want to hug മമ്മൂക്ക one day എന്നുള്ളത്. മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, എന്റെ നാട്ടില് ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്റെ വീട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീങ് in Kerala, for being in the Malayalam cinema. കേരളത്തിൽ ജനിച്ചതില്, മലയാളി ആയതില് ഓരോ മലയാളിയുടെയും പേരില് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് a lot മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കയുടെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിനാണ് നോക്കുന്നത് തോന്നുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിൽ എന്ന് ആലോചിച്ചു പോയിരുന്നു. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറെ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങുകയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാം, ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങൾ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാം പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം. എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുതുക്കാരൻ എന്നെ വിശ്വാസമായിരുന്നു. ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? അല്ലാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷെ പ്രതിനായകനാണ്.
ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ. ജോഷിയും ജോബിലി ജോയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്ന അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും രഞ്ജിത്ത് പോയത് ഒക്കെ എൻ്റെ കൺവെട്ടത്ത് വന്നവർ. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ മറ്റേ കൊളംബസ് ഒന്നുമല്ലേ അവരെ കണ്ടുപിടിക്കുന്നത്, ഇവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവർ. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എൻ്റെ കൂടെ ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിൽ, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാലറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമ ഉണ്ടാവില്ല എന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞവരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ള സിനിമ എടുത്ത. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. നമുക്കിപ്പോൾ ഇങ്ങോട്ട് വിളിക്കണം. യെസ്, അതിന് മുന്നേ നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചാലോ നമുക്ക്? മെയിൽ ആക്ടേഴ്സ് 2 പേരാണ് ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. അസീസിൽ കൂടെ വരേണ്ടതാണ് ശരിക്കും. ഇവിടെ പോരട്ടെ. ഇവിടെ പാൻറ്റൊക്കെ സ്റ്റേജിൽ വന്നോ എന്ത് പറയണമെന്നൊരു ധാരണയിലാണ്. എനിക്ക് തോന്നുന്നു ജിമിറ്റന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ കനകാവലിന്റെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പൊ ഞാൻ സത്യത്തില് അന്ന് സാറിന്റെ ചുറ്റും അസീസിക്ക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണം. സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചത്, ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിനോട് ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്റെ കൂടെ നിറഞ്ഞു നിന്ന മുഴുവൻ വിനായകന്റെ കൂടെ എന്തായാലും ഇപ്പൊ സംഭവിച്ചു. നൈസീറെ കണ്ടോ ആരെങ്കിലും? പൊളിച്ചിട്ടില്ലേ? ഇതിൽ എന്ത് വേണം? പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചില ഫലങ്ങൾ, പഴങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാളെയാണ് ഞാൻ ഒരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടു. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് ഈ സാറിന് അയച്ചു കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ്സേയൊക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അതുകൊണ്ട്
ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷെ ഇവിടെ ഈ ഇതിന്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ സഹകരിച്ചിട്ടുള്ളത്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. പോയോ? മോനെ കുടിച്ചിരിക്കുന്നു. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോ നീ വലിയ വലിയ നടനാ, നീ അവിടെ പോയി കുടിച്ചിരിക്കുന്ന. നീ എന്താ വേണ്ടത്? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനാണ്, അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ. ഈ നായകനത്തിൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിനായകനാണ് നായകൻ, അപ്പാണ് ഈ എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ അല്ലേ പറ്റുള്ളൂ. എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല. മാ ഊട്ടി അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന ഒരു സംശയമാണ്. പറയാം, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കട്ടെ. ഓഫ് കോഴ്സ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മള് ബി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടിപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റ് അല്ലേ വിളിക്കുന്നത്? ശരി, അവര് സമ്മതിക്കുന്നില്ല. മികച്ച കൈയ്യടി നൽകുന്നതിന് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, the one performer who we always get mesmerized about, Vinayakan on the floor. ഒരു മൈക്ക് കൊടുത്തതായി സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുമ്പോൾ ചില സംസാരിക്കാൻ അറിയാമെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവരായി വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിൽ ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നി. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാൻ അല്ലേ? ഇതാ നായകൻ വന്നു. ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. മമ്മൂക്ക, shall we proceed to welcome? Okay, so തുടക്കത്തില് അത്രത്തോളം ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന I don't know the count 21, 22, 23, 24 എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഫ്രണ്ട് റോല് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ നിർത്താതെ പണികെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൺവെയ്ഡ് മൈ സിൻസിയർ അപ്പോളജീസ്. എല്ലാവരുടെയും പേര് അത്രത്തോളം ഫെമിലിയർ അല്ലാത്തത് കൊണ്ടായിരുന്നു റിസ്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മളെന്തായാലും